ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു ദ ഗുഡ് ന്യൂസ് ലൈവ്. ഇന്നത്തെ നമ്മുടെ ചിന്താ വിഷയം അമേരിക്കയും ഇസ്രായേലും ഇത്ര കർക്കശമായിട്ട് എന്തുകൊണ്ടാണ് ഇറാൻ ഒരു ആണവ രാജ്യമാകരുത് എന്ന നിലപാടെടുക്കുന്നത്. രണ്ടാമത്തെ ചിന്താ വിഷയം ഇസ്രായേലും ഇറാനും തമ്മിലുള്ള വൈര്യത്തിന് അതിൻ്റെ ചരിത്രം എന്താണ് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിശോധിക്കുന്നത്. ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോസ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ തൊട്ടടുത്ത ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്തു വെച്ചാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കില്ല എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം. 46 വർഷമായി ഇന്നേക്ക് ഇറാൻ്റെ മുല്ലപ്പൂ വിപ്ലവം അല്ലെങ്കിൽ ഇറാൻ്റെ ഇസ്ലാമിക നവോത്ഥാനം രൂപപ്പെട്ടിട്ട് ഈ 46 വർഷത്തിന് മുമ്പ് ഇറാനും ഇസ്രായേലും തമ്മിലുണ്ടായിരുന്ന അല്ലെങ്കിൽ അമേരിക്കയും ഇസ്രായേലും തമ്മിലുണ്ടായിരുന്ന ചരിത്രം എപ്രകാരമായിരുന്നു, ആ റിലേഷൻഷിപ്പ് എപ്രകാരമായിരുന്നു എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കാം. 1979 മുമ്പ് ഈ മൂന്ന് രാജ്യങ്ങളും വളരെയധികം സൗഹാർദ്ദപരമായിട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്ന രാജ്യങ്ങളാണ്. പരസ്പരം സഹായിച്ചും സഹകരിച്ചും ഏറ്റവും വലിയ അലൈകളായിരുന്നു ഇറാനും ഇസ്രായേലും അതേപോലെ തന്നെ അമേരിക്കയും. അതിന് അവസാനം വന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ 1979 മുല്ലപ്പൂ വിപ്ലവം, ഇസ്ലാമിക റവല്യൂഷൻ. അത് ഇറാനിൽ രൂപപ്പെട്ടതിന് ശേഷമാണ് സ്ഥിതിഗതികൾ മാറി മറിഞ്ഞത്. ബന്ധുക്കൾ ശത്രുക്കളായി മാറിയത് അന്നു മുതലാണ്. ഇത് തന്നെയായിരുന്നു ഇറാന്റെ ഉള്ളിലെ ഒരു ഡെമോക്രാറ്റിക് സിറ്റുവേഷന് അല്ലെങ്കിൽ ആ ഒരു ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ഭരണ സംവിധാനത്തെ അട്ടിമറിച്ചുകൊണ്ട് ഇസ്ലാമിക ഭരണം അല്ലെങ്കിൽ ലോകത്തിലെ ആദ്യത്തെ ഇസ്ലാമിക് സ്റ്റേറ്റായിട്ട് ഇറാൻ രൂപപ്പെട്ടത്. രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ അവസാനത്തോടു കൂടി അമേരിക്ക ഇറാനെ സാമ്പത്തികപരമായിട്ടും അതേപോലെ തന്നെ പൊളിറ്റിക്കൽ സപ്പോർട്ടും ഇറാന് നൽകിപ്പോരുന്നു. ഇറാന്റെ മെമ്പർഷിപ്പ്, പാശ്ചാത്യ ചേരിയിലേക്ക് ഇറാൻ മെമ്പർഷിപ്പ് എടുത്തതിൽ അല്ലെങ്കിൽ ആ ഒരു ചേരിയുടെ ഭാഗമായി നിന്നതുകൊണ്ട് അമേരിക്ക വലിയ തോതിൽ ഇറാനെ സപ്പോർട്ട് ചെയ്തിരുന്നു. ഈ കാലയളവിൽ ഇറാൻ അഭൂതപൂർവമായിട്ടുള്ള വളർച്ചയും ഇറാനിലെ വിദ്യാഭ്യാസവും ഒക്കെ ഒരുപാട് ഉന്നതിയിലെത്തി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മുഹമ്മദ് മൊസാദെക്, നാഷണൽ ഫ്രണ്ട് അതിൻ്റെ തലവൻ, ഇറാന്റെ ആദ്യത്തെ ഡെമോക്രാറ്റിക്കലി എലക്റ്റഡ് ഗവൺമെന്റ് ആയിട്ട് രൂപപ്പെടുന്നത്. ഈ മൊസാദ് സാദേക്ക് എന്ന് പറയുന്ന വ്യക്തി എന്ന് പറയുന്നത് ഇന്റർനാഷണലി ഭയങ്കരമായിട്ട് അക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിന് ഒരുപോലെ ലോകരാജ്യങ്ങളെയും സ്വാധീനിക്കുവാനും അതേപോലെ തന്നെ ഇസ്ലാമിക തത്വങ്ങളെ, ദ ഇറാനിയൻ ഉലമ, റിലീജിയസ് സ്കോളേഴ്സിന്റെ സപ്പോർട്ടും അദ്ദേഹത്തിന് നേടിയെടുക്കാൻ വേണ്ടി കഴിഞ്ഞിരുന്നു. ഇദ്ദേഹത്തിന് പാശ്ചാത്യ വിദ്യാഭ്യാസവും കാര്യങ്ങളും പാശ്ചാത്യപരമായിട്ടുള്ള സംസ്കാരങ്ങളും ഒക്കെ ആയിട്ട് വലിയ രീതിയിൽ ഇഴുകി ചേർന്നിരുന്ന ഒരു വ്യക്തിയായിരുന്നു. മൊസാദേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം മൊസാദേക്ക് ശക്തമായിട്ടുള്ള രീതിയിലുള്ള ചില നിലപാടുകൾ ഈ പാശ്ചാത്യ രാജ്യങ്ങൾക്കെതിരെ എടുക്കുവാൻ വേണ്ടിയിട്ട് ഇടയായി തീർന്നു. അദ്ദേഹം പറയുന്നത് ഇപ്രകാരമാണ്: ഈ AIOC, ആംഗ്ലോ ഇറാനിയൻ ഓയിൽ കമ്പനി, ഇത് ദേശസാൽക്കരിക്കുന്നതിലൂടെ പാശ്ചാത്യ രാജ്യങ്ങൾ ഇറാനിന്റെ എണ്ണ ഖനനത്തെയും അല്ലെങ്കിൽ എണ്ണയൊക്കെ ചൂഷണം ചെയ്തു കൊണ്ടുപോകുന്നു എന്നുള്ളൊരു നിലപാടെടുക്കാൻ വേണ്ടിയിട്ട് ഇടയായി തീർന്നു. ഇത് വലിയ രീതിയിലുള്ള ഒരു ചൊടിപ്പിക്കലായിരുന്നു ഈ പാശ്ചാത്യ അമേരിക്കൻ ശ്രേണിയെ. അവർ ശക്തമായിട്ടുള്ള നിലപാട് ഈ മൊസാദേക്കിനെതിരെ എടുക്കുവാനിടയായി തീർന്നു. അമേരിക്കയുടെ CIA അതേപോലെ തന്നെ ബ്രിട്ടീഷ് ഇന്റലിജൻസും കൂടെ സംയുക്തമായിക്കൊണ്ട് ചില സൈനിക നടപടിയിലൂടെ ഈ മൊസാദേക്കിനെ 1953 തൽസ്ഥാനത്ത് നിന്ന് റിമൂവ് ചെയ്തു. തൽഫലമായിട്ട് ഈ ഇറാന്റെ മുൻ രാജാവായിരുന്ന കിങ് ഷാ റാസ പഹലവി അദ്ദേഹത്തെ തൽസ്ഥാനത്തേക്ക്, ഈ ഇറാന്റെ ഭരണകർത്താവ് എന്നുള്ള സ്ഥാനത്തേക്ക് തിരിച്ചു കൊണ്ടുവന്നു. ഇദ്ദേഹം വന്നതിന് ശേഷം എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ AIOC അദ്ദേഹം ബ്രിട്ടീഷ് പെട്രോളിയം എന്നുള്ള നിലയിലേക്ക്
നാമകരണം ചെയ്യുകയും ഇതിന്റെ പ്രോഫിറ്റ് 50% ഇറാനും 50% ഈ പറയുന്ന ബ്രിട്ടീഷുകാർക്കും നൽകുവാന്നുള്ള ഒരു തത്വത്തിലേക്ക് കാര്യങ്ങൾ വന്നെത്തിച്ചു. അപ്പോൾ ഇത്തരം ആശയങ്ങൾ രൂപപ്പെട്ടു വന്നതുകൊണ്ടും ഈ ഒരു സാഹചര്യത്തെയും ഈ മുസ്ലിം ഭൂരിപക്ഷ വിഭാഗം അതിനെ വലിയ രീതിയിൽ അവരുടെ പ്രൊപ്പഗാൻഡാസ് ഇറാനിലുടനീളം സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കപ്പെടുകയുണ്ടായി. വ്യാപകമായ രീതിയിൽ ഈ ഇറാനിയൻ ഡെമോക്രാറ്റിക് ഇലക്റ്റഡ് ആയിട്ടുള്ള ഈ ഭരണത്തിനെതിരെ അവർ സംസാരിക്കാൻ വേണ്ടിയിട്ട് ഇടയായി തോന്നുന്നു. ഈ വെസ്റ്റേൺ ഇൻട്രസ്റ്റുകളെ ഒരു തരത്തിലും ഈ ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ഭരണ സംവിധാനം സപ്പോർട്ട് ചെയ്യുന്നില്ല എങ്കിൽ ഇത് ഏത് നിമിഷവും അട്ടിമറിക്കപ്പെടാം എന്നുള്ള ഒരു വലിയ അഭ്യൂഹം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പ്രചാരണം, ഈ ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ഭരണം ഇറാന് ഒരു തരത്തിലും സ്യൂട്ടബിൾ അല്ല എന്നുള്ള ഒരു അഭിപ്രായം ഈ വിഭാഗത്തിൻ്റെ ഇടയ്ക്ക് കൂടുതൽ പ്രബലപ്പെട്ടത് ഇറാന്റെ ചരിത്രപരമായിട്ടുള്ള ഒരു മാറ്റത്തിലേക്കാണ് വഴിതെളിച്ചത്. 1953 മുതൽ 1977 വരെ ഈ കിങ് ഷാ പഹലവി അദ്ദേഹം ഇറാന്റെ ഭരണകർത്താവായിരുന്ന ഈ കാലഘട്ടത്തിൽ വളരെ വലിയ തോതിൽ ഇവർ അമേരിക്കയുമായിട്ടും ഈ പാശ്ചാത്യ രാജ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കിടന്നു. ഒരുപാട് ഡ്രാസ്റ്റിക്കലി ഇദ്ദേഹം ഈ രാജ്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്തു. തൽഫലമായിട്ട് ഇറാന്റെ സൊസൈറ്റിയിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് കഴിഞ്ഞു. ഇറാന്റെ എഡ്യൂക്കേഷണൽ സിസ്റ്റം, എക്കോണമി, ഇങ്ങനെ വിവിധ മേഖലകളിൽ ശക്തമായ രീതിയിലുള്ള ഒരു വലിയൊരു അടിത്തറ ഇടാൻ വേണ്ടിയിട്ട് ഇദ്ദേഹത്തിന് സാധിച്ചിരുന്നു എന്നുള്ളത് ഈ ഒരു കാലഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവ വികാസമാണ്. അതേപോലെ തന്നെ ഇറാന്റെ ആർമിയും വളരെ വലിയ രീതിയിൽ ഡെവലപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഈ US-ന്റെയും അതേപോലെ പാശ്ചാത്യ ശക്തികളുടെയും ഒക്കെ സഹായം ഇറാനെ സഹായിച്ചു. അപ്പോൾ ഇദ്ദേഹത്തിന് വലിയ രീതിയിലുള്ള എക്കോണമിക് പ്രോഗ്രാമുകൾ ഇദ്ദേഹം സെറ്റ് ചെയ്യാം. ഈ പ്രോഗ്രാമുകളൊക്കെ ഇറാനെ വലിയ രീതിയിൽ അതിൻ്റെ അഭിവൃദ്ധിയിലേക്ക് കൊണ്ടുവരുവാൻ ഇടയായി തീർന്നു. ഇൻഡസ്ട്രിയൽ ആയിട്ടുള്ള വലിയ ഡെവലപ്മെന്റ് ആ രാജ്യത്തുണ്ടായി. അതേപോലെ തന്നെ എഡ്യൂക്കേഷണൽ റിഫോംസ് അവിടെ നിലവിൽ വന്നു. അതേപോലെ തന്നെ ലിറ്ററസി ലെവല്, വിദ്യാഭ്യാസത്തിന്റെ ലെവല്, സാക്ഷരതയുടെ ലെവല് ആ രാജ്യത്ത് വളരെ വലിയ രീതിയിൽ കുതിച്ചു ഉയരുവാൻ വേണ്ടിയിട്ട് ഇടയായി തീർന്നു. അപ്പോൾ ഇത്തരം രീതിയിലുള്ള നവോത്ഥാനങ്ങളൊക്കെ ഒരു സൈഡിൽ നടക്കുമ്പോൾ തന്നെ ഈ ഗവൺമെന്റിന് എതിരെയുള്ള ശക്തമായ അടിയൊഴുക്കും ആ രാജ്യത്ത് നടന്നു എന്നുള്ളത് എടുത്തു പറയേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഈ ഡെമോക്രാറ്റിക്കലി എലക്റ്റഡ് ആയിട്ടുള്ള ഈ ഭരണ സംവിധാനം അദ്ദേഹം വളരെ വലിയ രീതിയിൽ ഈ പറയുന്ന പാശ്ചാത്യ രാജ്യങ്ങളുമായിട്ടും അമേരിക്കയുമായിട്ടൊക്കെ സഖ്യം ചേർന്നുകൊണ്ട് അത് നടത്തുന്ന ഡെവലപ്മെന്റ് ഇസ്ലാമിന്റെ തകർച്ചയ്ക്ക് വഴിവെക്കും എന്നുള്ള തരത്തിലുള്ള അഭ്യൂഹങ്ങൾ ആ രാജ്യത്ത് വളരെ വലുതായിട്ട് പടർന്നു പന്തലിച്ചു, എസ്പെഷ്യലി ഇൻ മുസ്ലിം കമ്മ്യൂണിറ്റീസിൻ്റെ ഇടയിൽ. മാത്രവുമല്ല, ഈ ഷായുടെ ഭരണകാലത്ത് ഇറാന്റെ സമ്പദ് വ്യവസ്ഥയിൽ അത് മുതലാളിത്തമെന്നോ അല്ലെങ്കിൽ താഴേക്കിടയിലെന്നോ ഉള്ള ആ ഒരു വേർതിരിവ്, ചേരിതിരിവ് അത് ഒഴിവാക്കപ്പെട്ടിരുന്നു. മാത്രവുമല്ല, ഇറാന്റെ സമ്പത്ത് ഒരുപോലെ തന്നെ വിഭാഗിക്കപ്പെട്ടു. വിഭജനം ഈ അണ്ടർ ക്ലാസ് പെസൻസ്, ഈ അണ്ടർ ക്ലാസ്സിൽ പെടുന്ന കർഷകരൊക്കെ എന്ത് ചെയ്യുന്നു വെച്ചാൽ വലിയ രീതിയിൽ വലിയ വലിയ സിറ്റികളിലോട്ടൊക്കെ മൈഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങി. ഈ മൈഗ്രേഷൻ വലിയ രീതിയിലുള്ള ഒരു പൊളിറ്റിക്കൽ ഇൻബാലൻസ് ആ പ്രദേശത്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇടയായി തീർന്നു. ഇതിനെതിരെ സമൂഹത്തിലെ ഉന്നത ശ്രേണിയിലുള്ളവർ ഇറാൻ ഭരണത്തിനെതിരെ രംഗത്ത് വരാൻ വേണ്ടിയിട്ട് ഇടയായി തീർന്നു. അപ്പോൾ ഇത്തരം പ്രത്യേക സാഹചര്യത്തിൽ ഇറാനുള്ളിലുള്ള മതപണ്ഡിതന്മാരുടെയും മതമേലാളന്മാരുടെ കീഴിൽ അടിയാൾമാരായി ജീവിച്ചു വരുന്നിരുന്ന ഈ മതം തിന്ന് ജീവിക്കുന്ന ജനം, ആ ജനം എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഇടയിൽ വലിയ രീതിയിൽ ഈ ഷാ റെജിമിനെതിരെയുള്ള ഒരു പ്രൊപ്പഗാൻഡ, അദ്ദേഹത്തിന്റെ ഭരണ സംവിധാനത്തിനെതിരെയുള്ള ഒരു എതിർപ്പ് ശക്തമായ രീതിയിൽ പ്രചരിപ്പിക്കപ്പെടുവാനിടയായിരുന്നു. അതിൽ മുഖ്യമായി അവർ ചൂണ്ടിക്കാണിച്ചൊരു വിഷയം എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ പാശ്ചാത്യ ശ്രേണിയുമായിട്ടുള്ള ഈ ഒരു ബന്ധം ഇറാന്റെ ഉള്ളിലെ ഈ ഇസ്ലാമിക ആശയങ്ങൾ അത് നശിപ്പിക്കപ്പെടുമെന്നും പാശ്ചാത്യ സംസ്കാരം ഇസ്ലാമിന്റെ ഉള്ളിലേക്ക് കടന്നു വരുമെന്നും ഇസ്ലാമിക തത്വങ്ങൾ ഈ സൊസൈറ്റിയിൽ നിന്നും പരിപൂർണമായി തുടച്ചു നീക്കപ്പെടുമെന്നുമുള്ള വലിയൊരു ആശങ്ക ജനങ്ങളുടെ ഇടയിൽ അദ്ദേഹം പ്രചരിപ്പിക്കുവാനിടയായിരുന്നു. ഇത്തരം നിരന്തരമായ ചില നടപടികളും പ്രഖ്യാപനങ്ങളും പ്രസംഗങ്ങളുമൊക്കെയും ഈ ഷാ റെജീമിനെതിരെയുള്ള ഒരു ആയുധമായിട്ട് ഇവർ എടുത്തുപയോഗിക്കുകയും പതിയെ പതിയെ ഈ ഷാ റെജീമിനെ തളർത്തുവാനുള്ള
പല അന്തർധാരയിലുള്ള നീക്കങ്ങളും ഇത്തരം ഇസ്ലാമിസ്റ്റുകളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടായിരുന്നു. തൽഫലമായി ഷാ റെജീമിനെതിരെ ശക്തമായ രീതിയിലുള്ള പ്രകടനങ്ങളും അതേപോലെ ശക്തമായ പടുകൂറ്റൻ റാലികളുമൊക്കെ അദ്ദേഹത്തിനെതിരെ നടത്തപ്പെടുവാനിടയായിത്തീർന്നു. ഇതിനെല്ലാം ചുക്കാൻ പിടിച്ചത് ആയത്തുള്ള ഖൊമേനി എന്ന് പറയുന്ന ഇസ്ലാമിക തീവ്രപക്ഷത്തിന്റെ നേതാവിന്റെ ഭാഗത്തു നിന്നായിരുന്നു. അദ്ദേഹത്തെ പാരീസിലേക്ക് നാടുകടത്തപ്പെട്ടു. തുടർച്ചയായിട്ടുള്ള ഈ ആയത്തുള്ള ഖൊമേനിയുടെ അനുയായികൾ പല ഇറാനിയൻ നഗരങ്ങളിലും പ്രബലപ്പെട്ട രീതിയിൽ പ്രതിഷേധങ്ങൾ ഷാ റെജീമിനെതിരെ നടത്തപ്പെടുവാനിടയായിത്തീർന്നു. തൽഫലമായി 1979 മുല്ലപ്പൂ വിപ്ലവം അല്ലെങ്കിൽ ഇസ്ലാമിക് റവല്യൂഷന് അത് വഴിവെച്ചു. കാരണം ഇവരുടേതായിട്ടുള്ള ഈ പ്രൊപ്പഗാണ്ടയും അവരുടെ പ്രതിഷേധവുമെല്ലാം ഒരു നഗരത്തിൽ നിന്നും മറ്റൊരു നഗരത്തിലേക്ക് അതിവേഗത്തിൽ പടർന്ന് പന്തലിക്കുവാൻ അവരെ സഹായിച്ചു. അത് വലിയ രീതിയിൽ ഈ പറയുന്ന ആയത്തുള്ള ഖൊമേനിയുടെ ആ ഒരു ആശയം ഇറാന്റെ ഉള്ളിൽ പ്രബലപ്പെടുവാനിടയായി തീർന്നു. അങ്ങനെ അദ്ദേഹം പാരീസിൽ നിന്നും 1979 തിരിച്ച് ഇറാനിലേക്ക് മടങ്ങി വരികയും ഇറാന്റെ ഭരണം അദ്ദേഹത്തിന്റെ കൈകളിലേക്ക് എത്തപ്പെടുവാനിടയായി തീർന്നു. അതുവരെ ഉണ്ടായിരുന്ന ഇറാന്റെ ഒരു ഡെമോക്രാറ്റിക്കലി ഇലക്റ്റഡ് ആയിട്ടുള്ള ഗവൺമെന്റിനെ അട്ടിമറിക്കുവാനിടയായി തീർന്നു. ഇറാന്റെ ചരിത്രത്തിൽ തന്നെ 2 അധ്യായങ്ങളായിട്ട് രേഖപ്പെടുത്തുവാനുള്ള ഒരു പ്രത്യേക സാഹചര്യത്തിന് തുടക്കമായിരുന്നു അവിടെ ഉണ്ടായത്. ഈ ഒരു സിറ്റുവേഷൻ ഇറാനിലെ മുല്ലപ്പൂ വിപ്ലവം അല്ലെങ്കിൽ ഒരു ഇസ്ലാമിക് സ്റ്റേറ്റായിട്ട്, ഇസ്ലാമിക് തീവ്രവാദ സ്റ്റേറ്റായിട്ട് ഇറാൻ മാറിയതോടുകൂടി പുതിയൊരു ശത്രുത രൂപപ്പെട്ടു വരികയായിരുന്നു അവിടെ ഉണ്ടായത്. അതുവരെ ഇറാനുമായിട്ട് നല്ല ബന്ധമുണ്ടായിരുന്ന സൗദി അറേബ്യ ഇറാന്റെ ബദ്ധശത്രുവായി മാറ്റപ്പെട്ടു. ഈ ഭരണം നിലവിൽ വന്നപ്പോൾ അവർ ഓഫർ ചെയ്തത്, അവർ ജനങ്ങൾക്ക് കൊടുത്ത ഉറപ്പെന്ന് പറഞ്ഞാൽ ധനികന്മാരും അതേപോലെ സാധുക്കളും തമ്മിലുള്ള അന്തരംഗം അത് വലിയ രീതിയിൽ കുറച്ചു കൊണ്ടുവരുമെന്ന് ഒരു വലിയ പ്രഖ്യാപനങ്ങൾ നടത്തുകയൊക്കെ ചെയ്തിരുന്നു. എന്നിരുന്നാലും ആ പ്രഖ്യാപനങ്ങളിൽ മാത്രം ഒതുങ്ങി എന്നുള്ളതല്ലാതെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഇമ്പാക്റ്റ് ഇറാനുള്ളിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവർക്ക് സാധിച്ചില്ല എന്നുള്ളത് ജനങ്ങളുടെ ഇടയിൽ വലിയ രീതിയിൽ ഇസ്ലാമിക് സ്റ്റേറ്റിനെതിരെ അവർ അസ്വസ്ഥരാവാൻ വേണ്ടിയിട്ട് കാരണമായി തീർന്നു. മുമ്പ് ഇറാനിലെ ജനങ്ങൾക്ക് വളരെ വലിയ സ്വാതന്ത്ര്യമായിരുന്നു. അവരൊരു പാശ്ചാത്യ ലൈഫ് സ്റ്റൈലായിരുന്നു കൊണ്ടുവന്നത്. അവരുടെ ആശയങ്ങൾ പ്രകടിപ്പിക്കുവാനും അവരുടെ അഭിപ്രായങ്ങൾ പറയുവാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യം ആ ജനത്തിനുണ്ടായിരുന്നു എങ്കിൽ പിന്നീട് അങ്ങോട്ട് അവർ അടിച്ചമർത്തപ്പെടുകയായിരുന്നു ഉണ്ടായിരുന്നത്. ഏകദേശം ഒരു ഇസ്ലാമിക രാജ്യമായിട്ട് പരിപൂർണമായി ഇറാനെ മാറ്റിമറിക്കുവാൻ വേണ്ടിയിട്ടായിരുന്നു പിന്നീട് ഈ ആയത്തുള്ള ഖൊമേനിയുടെ അനുയായികളും അദ്ദേഹവും ശ്രമിച്ചുകൊണ്ടിരുന്നത്. വലിയ രീതിയിലുള്ള അടിച്ചമർത്തലുകൾ രാജ്യവ്യാപകമായിട്ട് ഇറാനിൽ നടക്കുവാനിടയായിത്തീർന്നു. ഇറാന്റെ ഉള്ളിൽ തന്നെ ഇത് വലിയ രീതിയിലുള്ള അശാന്തി പടർത്തുവാനും ഈ ഭരണ സംവിധാനത്തെ അതിതീവ്ര മത സംവിധാനത്തിനെതിരെയുള്ള ഒരു പ്രതിഷേധം ജനങ്ങൾക്കിടയിൽ പൊട്ടിപ്പുറപ്പെടുവാനിടയെത്തുന്നു. പലപ്പോഴും ഇതിനെ വളരെ ഉരുക്കുമുഷ്ടിയോടുകൂടിയായിരുന്നു ഈ ഭരണ സംവിധാനം നേരിട്ടുകൊണ്ടിരുന്നത് എന്നുള്ളതും ജനങ്ങളെ ഇസ്ലാമിക തത്വങ്ങളെ അംഗീകരിക്കാത്തവരെ കൂട്ടത്തോടെ കൊന്നൊടുക്കുന്ന രീതിയും ഈ ഇറാന്റെ ഉള്ളിൽ ശക്തമായിരുന്നു. അങ്ങനെ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഇസ്ലാമിക റവല്യൂഷൻ ഇറാനിൽ വന്നത് ഇറാൻ എന്ന് പറയുന്ന വളരെ പ്രസിദ്ധമായ രാജ്യത്തിന്റെ അധംപതനത്തിലേക്ക് കൊണ്ടുവന്നെത്തിച്ചു എന്നത് മാത്രവുമല്ല, തങ്ങളുടെ ഉത്തമ സുഹൃത്തുക്കളായിരുന്ന ഇസ്രായേലിനെയും അമേരിക്കയും അതുപോലെ പാശ്ചാത്യ രാജ്യങ്ങളെയും ഒക്കെ വെറുപ്പിക്കുവാനും ഈ അമേരിക്കയുടെയും പാശ്ചാത്യ രാജ്യങ്ങളുടെയും മറ്റു രാജ്യങ്ങളുടെയൊക്കെ ഒരുപാട് സാങ്ഷൻസ് ഇറാന്റെ മേൽ വന്നതോടുകൂടി ഇറാന്റെ സമ്പദ് വ്യവസ്ഥകൾ ആടി ഉലയുവാൻ തുടങ്ങി. ഇറാനിൽ നാണയ പെരുപ്പങ്ങൾ രൂപപ്പെടുവാനിടയായി തീർന്നു. ജനങ്ങളുടെ ഇടയിൽ ദാരിദ്ര്യവും അരാജകത്വവും പൊട്ടിപ്പുറപ്പെടുവാൻ വേണ്ടിയിട്ട് ഇടയായി തീർന്നു എന്നുള്ളത് വലിയ രീതിയിൽ ഇറാനിനുള്ളിൽ അരക്ഷിതാവസ്ഥ ഉണ്ടാക്കുവാനിടയായി തീർന്നു. അപ്പോൾ ഇത്തരം രീതിയിലുള്ള സാമ്പത്തിക അധംപതനവും അരാജകത്വവും ഒക്കെ ഇറാന്റെ ഉള്ളിൽ നടക്കുമ്പോഴും ആയത്തുള്ള ഖൊമേനിയുടെ ആ അധികാരവും അദ്ദേഹത്തിന്റെ അനുയായികളും ആ ഗവൺമെന്റുമൊക്കെ ഇസ്രായേലിനും അമേരിക്കയ്ക്കും എതിരെയൊക്കെ ശക്തമായ നിലപാടുകൾ എടുക്കുവാനിടയായി തീർന്നു. ജനങ്ങളോട് അവർ പറഞ്ഞ് പ്രചരിപ്പിച്ചത് ഇറാന്റെ സാമ്പത്തികപരമായിട്ടുള്ള ഇപ്പോഴത്തെ തകർച്ചയ്ക്ക് കാരണം ഇറാന്റെ ഭരണ സംവിധാനമല്ല, മറിച്ച് ഇറാനെ കൊള്ളയടിച്ചു കൊണ്ടുപോയിക്കൊണ്ടിരുന്ന അമേരിക്കയും പാശ്ചാത്യ രാജ്യങ്ങളുമാണ്. ഇവരാണ് ഇറാനെ ഇത്തരം രീതിയിൽ സാമ്പത്തികമായിട്ട് തളർത്തിയത്. അനാവശ്യമായിട്ടുള്ള സാങ്ഷൻസുകൾ ഇറാന്റെ മേൽ ചുമത്തുന്നത് ഇത്തരം രാജ്യങ്ങളാണെന്നും ഇവർ ഇറാന്റെ വർഗ ശത്രുക്കളാണെന്നുള്ള രീതിയിൽ രാജ്യവ്യാപകമായിട്ടുള്ള പഠിപ്പിക്കലും പ്രചാരണങ്ങളും ഈ ഇറാന്റെ ആയത്തുള്ള ഖൊമേനി ഭരണ സംവിധാനത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായത് ഈ രാജ്യങ്ങളോടുള്ള ആ സൗഹൃദം
ഈ ജനങ്ങളുടെ മനസ്സിൽ നിന്നും തുടച്ചു നീക്കുവാനും വലിയ രീതിയിലുള്ള ജൂതവിരോധവും അതേപോലെ തന്നെ പാശ്ചാത്യ വിരോധവും ഇറാന്റെ ഉള്ളിൽ പ്രചരിപ്പിക്കപ്പെടുകയും പഠിപ്പിക്കപ്പെടുകയും ചെയ്തു എന്നുള്ളത് കൊണ്ടാണ് ഇന്ന് നമ്മൾ കാണുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വന്നെത്തുവാനിടയായി തീർന്നത്. ഏതെങ്കിലും തരത്തിൽ ഇറാൻ അഗൈൻസ്റ്റ് ആയിട്ടുള്ള നടപടികൾ ഈ പാശ്ചാത്യ ശ്രേണിയിൽ നിന്നുണ്ടായിട്ടില്ല എന്നുള്ളത് നമുക്ക് ഷായുടെ കാലഘട്ടത്തിൽ നമുക്ക് അറിയാം. ഷായുടെ കാലഘട്ടത്തിൽ വലിയ രീതിയിൽ ഇറാൻ ഈ പാശ്ചാത്യ സംസ്കാരവുമായിട്ട് വലിയ രീതിയിൽ ഇഴുകിച്ചേർന്നിരുന്നതാണ്. അത്തരം രീതിയിൽ പാശ്ചാത്യ രാജ്യങ്ങളെ സപ്പോർട്ട് നേടിയെടുക്കുവാൻ വേണ്ടി ഷാ റെജീമിന് സാധിച്ചുവെങ്കിൽ ഇസ്ലാമിക തത്വങ്ങൾ പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ വെസ്റ്റേൺ കൺട്രീസിനെയും അതേപോലെ അമേരിക്കയും ഇസ്രായേലിനെയുമൊക്കെ എതിർക്കുന്ന ഒരു നിലപാടാണ് ആയത്തുള്ള ഖൊമേനിയുടെ ഭാഗത്തു നിന്ന് വന്നത്. ആ ആയത്തുള്ള ഖൊമേനി പിന്നീട് അങ്ങോട്ട് പ്രചരിപ്പിച്ചത് ഇറാന്റെ ആജന്മ ശത്രുവാണ് ഇസ്രായേൽ, ജൂതരാഷ്ട്രത്തെ തകർക്കണമെന്നും അമേരിക്കയ്ക്ക് ഡെത്ത്, ഇസ്രായേലിന്റെ ഡെത്ത് എന്നുള്ള രീതിയിലുള്ള പ്രഖ്യാപനം അവരുടെ ഭാഗത്തുനിന്ന് വരികയും അത് വലിയ രീതിയിൽ രാജ്യവ്യാപകമായിട്ട് അത്തരമൊരു ആശയത്തിലേക്ക് വരികയും പിന്നീട് അവസരങ്ങൾ കിട്ടുമ്പോഴൊക്കെയും ഇറാൻ ഇസ്രായേലിനെതിരെയും അമേരിക്കയ്ക്കെതിരെയും വാളെടുത്ത് പോരാടുന്നതായിട്ടുള്ള ഒരു സാഹചര്യത്തിലേക്ക് വന്നു. എന്തുകൊണ്ടാണ് ഇറാൻ ഒരു ആണവായുധ രാജ്യമാകരുതെന്ന് ഇസ്രായേലും അമേരിക്കയും ശഠിക്കുന്നതിന്റെ കാരണം? ഇറാൻ പലപ്പോഴും ഇറാന്റെ ഭരണ സംവിധാനം എന്ന അതിതീവ്ര ഇസ്ലാമിക തീവ്രവാദം ഉയർത്തിപ്പിടിക്കുന്ന ഒരു രാജ്യമാണ്. അവർ പലപ്പോഴും പറയുന്നെന്ന് പറഞ്ഞാൽ അവരാണ് ഈ ഇസ്ലാമിന്റെ തലപ്പത്തിരിക്കുന്നവരെന്നും മറ്റുള്ളതൊന്നും ശരിയായ ഇസ്ലാമിക ആശയങ്ങളല്ലെന്നും ഇസ്ലാം അല്ലാതെ മറ്റൊന്നും ലോകത്തുണ്ടാവരുതെന്നുള്ളതും ജൂതന്മാരെ എതിർക്കപ്പെടണമെന്നും ജൂതന്മാരെ അശേഷം തുടച്ചു നീക്കണമെന്നുമുള്ളത് ഈ പറയുന്ന ആയത്തുള്ള അലി ഖൊമേനിയുടെയും ആയത്തുള്ളമാരുടെ വലിയൊരു അവരുടെ ഒരു പഠിപ്പിക്കലായിരുന്നു. അല്ലെങ്കിൽ അവർ അതിനു വേണ്ടിയിട്ട് ശക്തമായി ഉറച്ചു നിന്നു എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ടുള്ള പല രീതിയിലുള്ള പ്രോക്സികളെ ഉപയോഗിച്ചുകൊണ്ട് ഇസ്രായേലിനെതിരെ ശക്തമായി പോരാടുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇറാൻ ഒരു ആണവരാജ്യമായി കഴിഞ്ഞാൽ അത് ഇസ്രായേലിന് വലിയ രീതിയിലുള്ള ഭീഷണിയാണ്. ഇസ്രായേലിനെ ഭൂമുഖത്ത് നിന്ന് തുടച്ചു നീക്കുക എന്നുള്ളതാണ് ഇസ്ലാമിക തത്വം. അതിനെ മുറുകെ പിടിച്ചിരിക്കുന്ന ഒരു ഭരണ സംവിധാനമാണ് ഇറാനെ ഭരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഇസ്രായേലിനെതിരെ ഏതു നിമിഷവും ഒരു ആണവായുധം നിങ്ങളുടെ കൈവശം വന്നാൽ അത് ഇസ്രായേലിനെതിരെ പ്രയോഗിക്കുകയും ജൂതന്മാരെയും ജൂതരാഷ്ട്രത്തെയും ഭൂമുഖത്തും തുടച്ചു നീക്കുക എന്നുള്ളതും ഇറാന്റെ പ്രഖ്യാപിത നയങ്ങളിൽപ്പെട്ട കാര്യമാണ്. ഇതുകൊണ്ട് തന്നെയാണ് ഇസ്രായേലും അമേരിക്കയും ശക്തമായ നിലപാട് ഇറാനെതിരെ എടുക്കുവാനിടയായി തീർന്നു. ഇറാന്റെ നീരാളി കൈകൾ മിഡിൽ ഈസ്റ്റിലെ മിക്ക രാജ്യങ്ങളിലും പ്രോക്സികളായിട്ടുണ്ട്. ഈ പ്രോക്സികളെ വെച്ചുകൊണ്ട് കാലാകാലങ്ങളായിട്ട് ഇറാൻ ഇസ്രായേലിനെതിരെയും അമേരിക്കയുടെ ബേസുകൾക്കെതിരെയും അമേരിക്കയുടെ ആശയങ്ങൾക്കെതിരെയും നയങ്ങൾക്കെതിരെയും ശക്തമായി പോരാടിയിരിക്കുന്നു. അങ്ങനെ അത്തരം രീതിയിലുള്ള നിലപാടെടുത്ത് നിൽക്കുന്ന ഒരു ഭരണ സംവിധാനം ഇറാന്റെ മണ്ണിലുള്ള കാലത്തോളം ഇറാൻ ഒരു ആണവായുധ രാജ്യമായി കഴിഞ്ഞാൽ അത് ലോകത്തിന് മുഴുവൻ ഭീഷണിയാണ്. എൻ്റയർ അറബ് ലോകത്തിനും അത് ഭീഷണിയാണ്. കാരണം സൗദി അറേബ്യ തത്വത്തിൽ ഇറാന്റെ ഒരു വലിയ ശത്രു രാജ്യമാണ്. ഇറാൻ ഒരു ആണവ രാജ്യമാകുന്നതിൽ സൗദി അറേബ്യക്കോ മറ്റ് മിഡിൽ ഈസ്റ്റിലെ ഏതെങ്കിലും രാജ്യങ്ങൾക്കോ താല്പര്യമില്ല എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായി അറിയാവുന്ന കാര്യമാണ്. തത്വത്തിൽ അവർ പല പ്രതിഷേധങ്ങളും പ്രകടിപ്പിക്കുന്നെങ്കിലും അവരുടെ ഉള്ളിലൊക്കെ ഉള്ള ഒരു ആശയം എന്ന് പറയുന്നതും ഇറാൻ ഒരു ആണവരാജ്യമാകരുത്, ഇറാന്റെ ഈ ഒരു റെജീം അതിതീവ്ര ആശയം ഇസ്ലാമിക ആശയം വെച്ച് പുലർത്തുന്ന ഈ റെജീം അട്ടിമറിക്കപ്പെടണമെന്നുള്ളതാണ് ഇത്തരം രാജ്യങ്ങളുടെ ഉള്ളിലിരിപ്പ്. അതിനു വേണ്ടുന്ന സംവിധാനങ്ങൾ പലപ്പോഴും അവർ അമേരിക്കയ്ക്കും ഇസ്രായേലിനും ചെയ്തു കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. അമേരിക്കയുടെ ബേസുകൾ ഈ രാജ്യങ്ങളിലൊക്കെ സ്ഥാപിക്കുവാനുള്ള ഒരു കാരണവും ഇറാന്റെ ഭാഗത്തു നിന്നുള്ള വലിയ രീതിയിലുള്ള ത്രെട്ടാണ്. അപ്പോൾ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇസ്രായേലും അമേരിക്കയും ഇറാനും തമ്മിലുള്ള വൈര്യത്തിന് കാരണം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി. ഇറാൻ ഒരു ആണവ രാജ്യമാകാൻ ഇസ്രായേലും അതേപോലെ അമേരിക്കയും മറ്റ് അറബ് രാജ്യങ്ങളും താല്പര്യപ്പെടുന്നില്ല, അല്ലെങ്കിൽ അതിനെതിരെ ശക്തമായി നിലപാടെടുക്കുന്നതിൻ്റെ കാരണവും ഈ വീഡിയോയിലൂടെ ഞാൻ വളരെ വ്യക്തമായി നിങ്ങളോട് സംസാരിച്ചു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോ കാണും വരെ ഗുഡ് ബൈ.